ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹൂദൻ്റെ ആരാധന സബത്താണ്. അത് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെയുള്ള യാമപ്രകാരമുള്ള കണക്കിൻ്റെ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ആ ദിവസത്തിനെ ശബത്തായിട്ട് ആചരിക്കുന്നു. എന്നാൽ ലോകത്തിൽ ഈ അപ്പസ്തോല പ്രവൃത്തിക്ക് ശേഷം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ചവർ ഞായറാഴ്ച ദിവസത്തെ ആരാധനാ ദിവസമായി ആചരിക്കുന്നു. എന്നാൽ ലോകം മുഴുവൻ യഹൂദനല്ലാത്തവരും ഈ അപ്പസ്തോല പ്രവൃത്തിയിൽ അപ്പസ്തോലന്മാർ പറഞ്ഞ കാര്യത്തിലും ആ ഒരു വ്യവസ്ഥയിലും അല്ലാത്ത ചില ആളുകളൊക്കെ ഈ ശനിയാഴ്ചയും ആരാധനാ ദിവസമായൊക്കെയും ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദൻ ശനിയാഴ്ച ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ആചരിച്ചിരുന്ന സബത്തിൻ്റെ സ്ഥാനത്ത് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഞായറാഴ്ച സഭായോഗങ്ങൾ ആരാധന നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ വചനഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഒരു വചനഭാഗം ഒന്ന് വായിക്കാം. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര ബുദ്ധിഹീനർ! പ്രവാചകന്മാർ പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം വിശ്വസിക്കാതിരിക്കുന്ന മന്ദബുദ്ധികൾ. ക്രിസ്തു ഇവയെല്ലാം സഹിച്ചതിന് ശേഷം തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ? അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പിന്നെ അദ്ദേഹം തന്നെക്കുറിച്ചും മോശയും സകല പ്രവാചകന്മാർ മുതൽ എല്ലാ തിരുവെഴുത്തുകളിലും പറഞ്ഞിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ തിരുവെഴുത്തുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമ കാലഘട്ടത്തിലെ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ വ്യക്തമായി വായിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം നീക്കാനല്ല, ഞാൻ നിവർത്തിപ്പാനാണ് വന്നത്. അപ്പോൾ ചിലർക്ക് മനസ്സിലായി ന്യായപ്രമാണം നീങ്ങിപ്പോയി, ചിലർക്ക് മനസ്സിലായി ന്യായപ്രമാണം വേണം. ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ഓരോരുത്തർ ഓരോ രീതിയിൽ ഗ്രഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. യേശുവിനെ ക്രൂശിച്ചത് അത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വെള്ളിയാഴ്ച ദിവസമായിരുന്നെങ്കിൽ പോലും ഈ യേശുവിനെ കാൽവരി കുരിശിൽ ക്രൂശിച്ച് യേശു മരിച്ചു കഴിഞ്ഞ് അരമത്യക്കാരനായ ജോസഫ് എന്ന ദൈവരാജ്യം കാത്തിരുന്ന ഒരു മനുഷ്യൻ, അയാൾ ചെന്ന് പിലാത്തോസിൻ്റെ കയ്യിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ബോഡി ലഭിക്കാനുള്ള അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഈ സബത്തിൻ്റെ ഒരുക്കത്തിന് മുമ്പുള്ള സമയം, സബത്തെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെയാണ് യഹൂദൻ്റെ കണക്കും പ്രകാരമുള്ള സബത്ത്. അതിനുള്ള ഒരുക്കനാളെന്ന് പറയുന്നത് അതിന് മുമ്പത്തെ ദിവസമാണ് വെള്ളിയാഴ്ച. ആ ഒരുക്കനാളായിരുന്നതിനാലും സബത്ത് ആരംഭിക്കാറായിരുന്നതിനാലും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ലൂക്കാ 23-ന്റെ വാക്യത്തിലാണ് നമ്മളങ്ങനെ വായിക്കുന്നത്. അന്നൊരു ഒരുക്കനാളായിരുന്നു, ശബത്ത് ആരംഭിക്കാനുള്ള സമയവുമായിരുന്നു. യഹൂദൻ്റെ നിയമപ്രകാരം സബത്ത് നാളിൽ ശവശരീരം കുരിശിൽ കിടക്കുന്നത് ശരിയല്ല എന്ന നിയമമുള്ളതുകൊണ്ട് അരമത്യക്കാരനായ ജോസഫ് ചെന്ന് ആ ശവശരീരം അതിനു മുമ്പ് സമയത്ത് മേടിച്ച്, ശബത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മേടിച്ച് കൊണ്ട കല്ലറയിലടക്കി. അവരുടെ നിയമപ്രകാരം ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് കല്ലറയിലടക്കി. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്കുള്ളിൽ കൊണ്ടേ അടക്കി. ശനിയാഴ്ച ഒരു ദിവസം യേശുവിൻ്റെ ഭൗതിക ശരീരം ആ കല്ലറയ്ക്കകത്ത് ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞായറാഴ്ച, അതിനെ ബൈബിൾ വിളിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. അങ്ങനെയാണെങ്കിൽ ഈ 7-ാം ദിവസം സബത്താകുള്ളൂ. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഓരോ ദിവസം ഓരോന്ന് സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം ദൈവം ഒന്നും ചെയ്തില്ല, 7-ാം ദിവസത്തിനെ വിശുദ്ധീകരിച്ചു, അന്ന് വിശ്രമിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് ശനിയാഴ്ചയായിട്ടാണ് വരുന്നത്. ഇവിടെ പറയുന്ന ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെ ശിഷ്യന്മാരും അല്ലെങ്കിൽ പലരും ചെന്ന് ആ കല്ലറയെ നോക്കുമ്പോൾ, അതേ സ്ത്രീകൾ പോയി, പിന്നീട് അവർ പറഞ്ഞിട്ട് ശിഷ്യന്മാർ പോയി, അവരൊക്കെ ചെല്ലുമ്പോൾ ആ ബോഡി അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ യേശു ഉയർത്തെഴുന്നേറ്റു. അത് 1-ാം നാൾ വെളുപ്പിന് ഏതോ സമയത്ത്
ഏതാണ്ട് 12നും 6 മണിക്കും ഇടയ്ക്കുള്ള വെളുപ്പിനെയുള്ള സമയത്ത് ഉയർത്തെഴുന്നേറ്റ്, കൃത്യസമയക്കണക്കൊന്നും ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലാത്തതുകൊണ്ട് ആ ഒരു സമയത്ത് ഉയർത്തെഴുന്നേറ്റെന്ന് നമ്മൾ വായിക്കാം. എന്തുകൊണ്ടാണ് ഞായറാഴ്ച സഭാരാധന തുടങ്ങിയത് എന്ന് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും. അത് അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 7-ാം ദിവസമാണ്. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം അപ്പം മുറിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ചുകൂടി എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം. ഈ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം യേശുക്രിസ്തു ഉയർത്ത ദിവസമായതിനാൽ, ഒരാഴ്ചയുടെ തുടക്ക ദിവസമായതിനാൽ, ഒരാഴ്ചയിലേക്കുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു തുടക്കത്തിൻ്റെ ദിവസമായതിനാൽ, അന്ന് ലോകം മുഴുവൻ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്തിലെത്തിയ ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റി എന്ന് നമുക്ക് മനസ്സിലാകും. യഹൂദന്മാർ അവരോട് കൊടുത്തിരുന്ന നിയമപ്രകാരം യേശുക്രിസ്തു വന്നതും യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും യേശുക്രിസ്തുവിനെ അവന് ഭൂമിയിൽ വന്നെന്നും കാൽവരി യാഗമായി മരിച്ചെന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്ത സ്വർഗാരോഹണം ചെയ്ത ഇവൻ മിശിഹയായിരുന്നെന്നൊന്നും അവരിന്ന് നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ അതിൽ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്, ആ യഹൂദ ആചാരങ്ങളിൽ നിന്ന്. എന്നാൽ വിശ്വസിക്കാത്ത ആളുകളാണ് കൂടുതലുമുള്ളത്. അവരിന്നും ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസമായ ശനിയാഴ്ച ദിവസം അവർ ശബത്തായിട്ട് ആചരിക്കുന്നു. എന്നാൽ ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച ക്രിസ്ത്യാനികൾ, അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധന ദിവസമായി, സഭായോഗങ്ങൾ കൂടുന്ന ദിവസമായി അവർ ചെയ്യുന്നു. ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. യഹൂദനല്ലാത്ത ജാതികൾ, യഹൂദനോട് പറഞ്ഞിരിക്കുന്നതാണ് ഈ സബത്ത്, യഹൂദനല്ലാത്ത ജാതികൾ എങ്ങനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും? ക്രിസ്ത്യാനി എന്ന് വിളിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുചരനാകണം, ക്രിസ്തുവിൻ്റെ ഏകയാഗ ബലിയിൽ അവൻ വിശ്വസിക്കണം. നേരിട്ട് വിളിച്ചത് യഹൂദനെ. യഹൂദൻ അത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് അപ്പസ്തോലന്മാർ പറയുന്നു, നിങ്ങളിത് സ്വീകരിക്കാഞ്ഞത് കൊണ്ട് ഞങ്ങൾ ജാതികളുടെ ഇടയ്ക്കേക്ക് പോകുന്നു. അങ്ങനെ വന്നവർ യഹൂദനോട് പറഞ്ഞ ശനിയാഴ്ച സബത്ത് ആചരിക്കുന്നത് വ്യവസ്ഥ പ്രകാരം അതവർക്ക് ശാപമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, വ്യവസ്ഥ പ്രകാരം. അതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നമ്മൾ മനസ്സിലാക്കുന്നു, അപ്പസ്തോലന്മാരുടെ കാലം തൊട്ട് അങ്ങനെയായിരുന്നു അതിൻ്റെ നടപടികൾ. അതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം സഭായോഗങ്ങൾ കൂടുകയും ദൈവത്തെ ആരാധിക്കുകയും അപ്പം മുറിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ഒക്കെ സഭയായി ചെയ്തു തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ തന്നെ ഒരു വിഭാഗം യഹൂദന്മാർ ഇന്നും സബത്താചരണവും പ്രാർത്ഥനയുമായി നിൽക്കുന്നു. യഹൂദനല്ലാത്തതും അല്ലാത്ത ലോകത്തിലുള്ള ജാതികളിൽപ്പെട്ട കുറേ ആളുകൾ അവരും ശനിയാഴ്ച സബത്താചരണവുമൊക്കെ ആയി നിൽക്കുന്നു. എന്താണെങ്കിലും ബൈബിളിൻ്റെ വ്യവസ്ഥയ്ക്കും അപ്പസ്തോലന്മാർ പറഞ്ഞതും അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഞായറാഴ്ച ആരാധന ദിവസമായി മാറാനുണ്ടായ ഒരു കാരണം. അതോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ചോദിക്കും, വെള്ളിയാഴ്ച എങ്ങനെയായി? ഗൾഫിലെ നിയമവും വ്യവസ്ഥയും അനുസരിച്ച് അന്ന് അവിടെ അവധി ദിവസമായതുകൊണ്ട് അത് സ്വാഭാവികമായി സ്വീകരിച്ചു എന്നത് മാത്രമേ അതിന് മറുപടി പറയാനുള്ളൂ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ വചനഭാഗങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തെ ദൈവം തുറന്നു കൊടുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ ഹൃദയത്തിലെ സംശയങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ലൂദിയായുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തതുപോലെ വചനഭാഗം കേൾക്കുവാൻ കർത്താവ് അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ, വിടുതലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.